ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ചെറിയ കഥ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേട്ടപ്പോൾ നല്ലൊരു ഗുണപാഠമുള്ള ആണ് തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പറയാൻ തീരുമാനിച്ചത്. അതായത് ഒരു ഭാര്യ, ഭർത്താവ്, അവരുടെ അച്ഛൻ, ഒരു കുഞ്ഞ്. ഇതാണ് കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ഒരു ഫാമിലിയുടെ കുറിച്ചുള്ള ഒരു ചെറിയ കഥയാണ് കേട്ടോ. ഈ ഭർത്താവും ജോലിക്കാരനാണ്. അതേപോലെ ഭാര്യ ഹൗസ് വൈഫുമാണ്. ഇവർക്ക് ചെറിയ കുഞ്ഞു മോളാണുള്ളത്. അവൾക്ക് 1.5 വയസ്സായിട്ടുള്ളൂ. ഭാര്യയായിട്ട് ഈ കുഞ്ഞ് എപ്പോഴും വളരെ കമ്പനിയാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം കുഞ്ഞ് ചിലവഴിക്കുന്നത് ഭാര്യയുടെ അടുത്താണല്ലോ. പക്ഷേ ഈ ഭർത്താവ് ജോലിക്ക് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അത്ര വലിയ കമ്പനി കുട്ടിയില്ല. ഈ കുട്ടിയുടെ അമ്മ ഒരു ഉമ്മ ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കും. എന്നാൽ ഇയാൾ, അവരുടെ അച്ഛൻ ചോദിച്ചാൽ ചോദിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിന് ശേഷം എപ്പോഴെങ്കിലും ഒന്ന് കൊടുക്കുകയുള്ളൂ. കുട്ടിക്കകത്ത് താല്പര്യമില്ല അച്ഛനോട് കൊടുക്കാനൊന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഇദ്ദേഹം ചിന്തിച്ചു, അവളെല്ലാം ഒരുപാട് ടൈം കുട്ടീനോട് സ്പെൻഡ് ചെയ്യണത്, അതുകൊണ്ടായിരിക്കാം കുട്ടി അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉമ്മയും മറ്റും കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുട്ടിക്ക് അവളോട് ഇത്ര അടുപ്പമുള്ളത് കൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇദ്ദേഹം ജോലി പോയി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് സമയമല്ലേ കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുള്ളൂ അതുകൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ആലോചിച്ചു, ഞാൻ എൻ്റെ മോളിൽ നിന്ന് ഉമ്മ കിട്ടാതാവുമ്പോൾ, ഈ സ്നേഹം കിട്ടാതാവുമ്പോൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇതിനു വേണ്ടി എത്ര കൊതിക്കുന്നുണ്ടാവും. എത്ര വലുതായാലും ചെറുതായാലും അവർക്കിപ്പോഴും ഞാൻ മകനല്ലേ എന്ന്. ഒരു ദിവസം ഇവർ രണ്ടും കൂടി, അതായത് ഇയാളും ഇയാളുടെ അച്ഛനും കൂടി എന്തോ കാര്യത്തിന് വേണ്ടി വിദേശത്ത് പോയി. ഇദ്ദേഹം വിദേശത്ത് നിന്നിട്ട് അച്ഛനെ എന്ത് ചെയ്തു, അച്ഛനെ പറഞ്ഞു വിട്ടു, നാട്ടിലേക്ക് തിരികെ വിടുകയും ചെയ്തു തിരിച്ച്. അപ്പോൾ പോരാ നേരത്ത് ഇദ്ദേഹം ചിന്തിച്ചു, ഞാൻ അപ്പനെ സാധാരണ പോരുന്ന സമയത്ത് നമ്മൾ യാത്ര പറയുമ്പോൾ ഹഗ് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ യാത്ര പറഞ്ഞ് പരസ്പരം ഹഗ് ചെയ്തിട്ടല്ലേ. അതിന് ഹഗ് ചെയ്യുന്നതിനോടൊപ്പം അച്ഛനെ പിടിച്ചൊന്ന് പിടിച്ച് ഉമ്മ കൊടുത്താലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അത് വളരെയധികം സന്തോഷമായി. എന്തിനാണ് ഹഗ് ചെയ്തത് എന്ന് പോലും, ഉമ്മ വെച്ചത് എന്ന് പോലും അദ്ദേഹം ചോദിച്ചില്ല. കാരണം അദ്ദേഹം അത് കൊതിച്ചിരുന്നു. അവരുടെ അച്ഛൻ്റെ മുഖത്തുനിന്നും ആ ഒരു സന്തോഷം ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര വലുതായാലും ചെറുതായാലും നമ്മളെ അച്ഛനമ്മമാർ നമ്മളിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്നും കുഞ്ഞന്നെയാണ്. അതൊന്നുമില്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാത്സല്യ പ്രകടനങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊരു ഗുണപാഠം ഈ ഒരു കഥയിലുണ്ട് എന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി. അതാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.